നിങ്ങൾ റോഡിൽ കടന്ന് തല്ലുകൊള്ളാനും മുദ്രാവാക്യം വിളിക്കാനും ഗോ വിളിക്കാനും ഒക്കെ നിൽക്കുന്ന സമയത്ത് ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ എതിർകക്ഷിയിൽപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് ചേർന്ന് വിയറ്റ്നാമിൽ അടിച്ചു പൊളിക്കുകയാണ്. അദ്ദേഹം DCC പ്രസിഡന്റ് ആയിട്ട് വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു ഈ കോട്ടയം ജില്ലയെ സംബന്ധിച്ചിട്ട്. ഈ നാട്ടകം സുരേഷ് ഏറ്റുമാനൂരിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി നടക്കുന്ന ഒരു കക്ഷി കൂടിയാണ്. BDJSന്റെ സ്ഥാനാർത്ഥി അവിടെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റുമാനൂർ നടക്കാൻ പോകുക ഒരു ടൈറ്റ് മത്സരം തന്നെ ആയിരിക്കും. കടുത്തുരുത്തിലും ജോസ് കെ മാണി മത്സരിക്കുമോ എന്നൊക്കെയുള്ള ഒരു പുകമറ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. നിരന്തരമായിട്ട് അത് CPIയുടെ കൈകളിൽ കിടക്കുന്ന ഒരു മണ്ഡലമാണ്. ഹരിപ്പാടൊക്കെ ആവശ്യപ്പെടാനുള്ള അത്രയും വളർച്ച മോഹൻ സി ജോസഫിന് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഈ പ്രാവശ്യമെങ്കിലും കോൺഗ്രസ്സുകാരൊന്ന് ചിന്തിക്കും. അങ്ങനെ വിയറ്റ്നാമിലും മറ്റേ പട്ടായയിലും അമേരിക്കയിലും ഒക്കെ പോയി കിടക്കുന്ന ആളുകളെയൊക്കെ വെച്ചുകൊണ്ട് UDF എങ്ങനെ കോട്ടയം ജില്ലയിൽ ഒരു മേൽക്കൈ ഉണ്ടാക്കുമെന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമസ്കാരം. പ്രധാനപ്പെട്ട 2 ഇലക്ഷൻ വരാൻ പോവുകയാണ്. പഞ്ചായത്ത് ഇലക്ഷൻ, അതുപോലെ തന്നെ നിയമസഭാ ഇലക്ഷൻ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കോട്ടയം ജില്ല എന്ന് പറയുന്നത്. കോട്ടയത്തിന്റെ ഒരു കാര്യം നോക്കുമ്പോൾ UDFന് കൃത്യമായ സ്വാധീനമുള്ള ഒരു ജില്ലയാണ്. ഇപ്പൊ ഈ വരാൻ പോകുന്ന നിയമസഭയിൽ കോട്ടയം ആരുടെ കൂടെ നിൽക്കുന്ന തോന്നുന്നു? കോട്ടയം ജില്ല 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ വേണ്ടി പോകുന്ന ഒരു സമയമാണിത്. കോട്ടയം ജില്ല മാത്രമല്ല, കേരളം ഒട്ടാകെ ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ 2026 നടക്കാൻ പോകുന്ന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും. ഇപ്പോൾ നമ്മളിത് സത്യം പറയുന്നത് കോട്ടയം ജില്ല ഇന്ന് ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതല്ല. കുറച്ചുകൂടി ഡാറ്റയും കാര്യങ്ങളും ഒക്കെ നമുക്ക് കോട്ടയവുമായി ബന്ധപ്പെട്ട് മറ്റു പല നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് ലഭിക്കാനുണ്ട്. പക്ഷേ ഏറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ത്രിതല പഞ്ചായത്തിലേക്കുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക, അതോടൊപ്പം തന്നെ 13, 14, 15 തീയതികളിലൊക്കെ നടക്കാൻ പോകുന്ന ഈ വാർഡുകളിലെ നറുക്കെടുപ്പ്, ഇതൊക്കെ ഈ ജനറൽ സീറ്റും ഒക്കെ ആയിട്ട് വനിതാ സംവരണമൊക്കെ ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്ന നറുക്കെടുപ്പ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു അതിപ്രധാനമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കെ കോട്ടയം DCC അധ്യക്ഷനായിട്ടുള്ള ശ്രീ നാട്ടകം സുരേഷ് വിയറ്റ്നാമിലുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വിയറ്റ്നാമിൽ നിന്ന് നമ്മുടെ ഒരു സുഹൃത്ത് നമ്മളെ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് കോട്ടയം ജില്ല ചർച്ച ചെയ്ത് പോകേണ്ടതാണ് എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോയി. കാരണം അദ്ദേഹത്തോടൊപ്പം ഉള്ളത് സെബി കുന്നപ്പറമ്പിലോ അങ്ങനെ പറയുന്ന ഒരു CPIയുടെ ഒരു മുനിസിപ്പൽ കൗൺസിലറാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത്. ഈ പുറത്ത് അണികൾക്കൊക്കെ മുമ്പിൽ വന്നെന്ന് ഈ CPIയും അതോടൊപ്പം തന്നെ കോൺഗ്രസും തമ്മിൽ പരസ്പരം വെല്ലുവിളിക്കുന്ന സമയത്ത് ഇവിടെയുള്ള സാധാരണക്കാർ മനസ്സിലാക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ റോഡിൽ കടന്ന് തല്ലുകൊള്ളാനും മുദ്രാവാക്യം വിളിക്കാനും ഗോ വിളിക്കാനും ഒക്കെ നിൽക്കുന്ന സമയത്ത് ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ എതിർകക്ഷിയിൽപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് ചേർന്ന് വിയറ്റ്നാമിൽ അടിച്ചു പൊളിക്കുകയാണ്. വിയറ്റ്നാമിൽ എന്തിനാണ് യാത്രയ്ക്ക് പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ കേരളത്തിലുള്ള എല്ലാവർക്കും കൃത്യമായ ഒരു ബോധ്യമുള്ള ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ കോട്ടയം ജില്ലയെക്കുറിച്ച് പറഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഈ നാട്ടകം സുരേഷിനെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങിയതുകൊണ്ട് നാട്ടകം സുരേഷിനെ തന്നെ നമുക്ക് തുടങ്ങാം. അദ്ദേഹം DCC പ്രസിഡന്റ് ആയിട്ട് വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു ഈ കോട്ടയം ജില്ലയെ സംബന്ധിച്ചിട്ട്. പക്ഷെ ആ പ്രതീക്ഷകളൊക്കെ എത്രത്തോളം പ്രാവർത്തികമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വള്ളം കടവിൽ അവിടെ കെട്ടിയിട്ടിരുന്നു, അവിടെ തന്നെ നിന്നുപോയി എന്നൊരവസ്ഥയാണ് ഇപ്പോഴും കോട്ടയം ജില്ലയിലെ കോൺഗ്രസിന് ഉള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമ്മളപ്പോൾ CPMനെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ എന്ന് പറയുന്നു. CPM എന്ന് പറഞ്ഞാൽ ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയെക്കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഭരണത്തിലെത്താൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയുടെ വീക്ക് പോയിന്റുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നിടത്താണ് ഒരു പത്രധർമ്മം എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞു പോകുന്നത്. കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയാവുന്നതും കോൺഗ്രസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഈ നാട്ടകം സുരേഷ് ഏറ്റുമാനൂരിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി നടക്കുന്ന ഒരു കക്ഷി കൂടിയാണ്. ഇദ്ദേഹത്തിന് SNDP ഒക്കെ ആയിട്ട്, വെള്ളാപ്പള്ളി നടേശനൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ VN വാസവനാണ് അവിടെ CPMന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുള്ളതും ഇപ്പോൾ അദ്ദേഹം സംസ്ഥാനത്തെ മന്ത്രി കൂടിയാണ്. അപ്പോൾ VN വാസവനെതിരെ കോൺഗ്രസിന് നല്ലൊരു സ്ഥാനാർത്ഥി എന്ന് പറയാനുണ്ട്. കാരണം കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ പ്രിൻസ് ലൂക്കോസ് ആണ് ഏറ്റുമാനൂരിൽ നിന്ന് മത്സരിച്ചത്. പക്ഷേ അദ്ദേഹം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്ന ഒരു കാഴ്ചയും ഏറെ ദുഃഖത്തോടുകൂടി തന്നെ നമുക്ക് കാണേണ്ടി വന്ന ഒരു വസ്തുതയാണ്. കഴിഞ്ഞ തവണ കോട്ടയം പാർലമെന്റ് മണ്ഡലം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് നൽകുന്ന സമയത്ത് തന്നെ കോൺഗ്രസ് മുൻപോട്ട് വെച്ചിരുന്ന ഒരു വ്യവസ്ഥയാണ് ഈ പറഞ്ഞ ഏറ്റുമാനൂർ സീറ്റും അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി സീറ്റും തിരിച്ചെടുക്കും എന്നുള്ള കാര്യം. അങ്ങനെ ഒക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഏറ്റുമാനൂർ സീറ്റിൽ മത്സരിക്കാനായിട്ട് നാട്ടകം സുരേഷ് ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ ഒരു ലോജിക്ക് അതാണ്. അപ്പോൾ SNDPയുടെ തന്നെ നോമിനിയാണ് VN വാസവനും, SNDPയുടെ തന്നെ നോമിനിയായിരിക്കും ഈ പറഞ്ഞ നാട്ടകം സുരേഷും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നാട്ടകം സുരേഷ് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത്. ഏറ്റുമാനൂരിൽ നിന്ന് മത്സരിച്ച് ജയിക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ. പക്ഷേ അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയമൊക്കെയാണ് ഈ വിയറ്റ്നാമിലൊക്കെ പോയി ചെലവഴിച്ച് കളയുന്നത് എന്നുള്ളത് ഏറെ വേദനാജനകമാണ്. വ്യക്തിധിക്ഷേപത്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷേ ഇത് വിമർശന ബുദ്ധിയോടുകൂടി തന്നെ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, വി എൻ വാസവനെ സംബന്ധിച്ചിട്ട് വി എൻ വാസവനെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സാധ്യമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എം കൂടി ഇപ്പോൾ LDFന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രബല ശക്തിയാണ് കേരള കോൺഗ്രസ് ഏറ്റുമാനൂർ മധ്യ കേരളത്തിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് വി എൻ വാസവനെ സംബന്ധിച്ചിട്ട് ഏറ്റുമാനൂർ വിജയം സുനിശ്ചിതമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അവിടെ BJP സ്ഥാനാർത്ഥിയായിട്ട് ഇനി BDJSന്റെ ഒരു സ്ഥാനാർത്ഥി വരുന്നൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഇലക്ഷനിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം BDJSന്റെ സ്ഥാനാർത്ഥി അവിടെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റുമാനൂർ നടക്കാൻ പോവുക ഒരു ടൈറ്റ് മത്സരം തന്നെ ആയിരിക്കും എന്നതിൽ ഒരു സംശയമൊന്നും ആർക്കും വേണ്ട. കോട്ടയം ജില്ലയിൽ മൊത്തത്തിൽ 9 നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത്. ഇതിൽ വൈക്കം, ഏറ്റുമാനൂർ, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, ചങ്ങനാശ്ശേരി ഈ 5 നിയോജക മണ്ഡലങ്ങൾ LDFന്റെ കൈവശവും ബാക്കി വരുന്ന 4 നിയോജക മണ്ഡലങ്ങൾ കടുത്തുരുത്തി, കോട്ടയം, പുതുപ്പള്ളി, പാല ഈ 4 നിയോജക മണ്ഡലങ്ങൾ UDFന്റെ കൈവശവുമാണ് ഉള്ളത്. അപ്പോൾ ഈ പാല വളരെയേറെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. കാരണം കുറേ വർഷങ്ങളായിട്ട് അത് UDFന്റെ കൈവശം അല്ലെങ്കിൽ KM മാണി സാറിന്റെ കൈവശം വരുന്നൊരു മണ്ഡലമാണ്. അത് 2019 ഉപതെരഞ്ഞെടുപ്പിൽ അത് മാണി സി കാപ്പൻ MLA സ്വന്തമാക്കുന്നു. 2021 ആ ഒരു വിജയം നിലനിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഈ 2019 2021 അദ്ദേഹത്തിന് വിജയങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മുൻപ് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തിന്റെ പരാജയത്തിൽ നാട്ടുകാർക്ക് തോന്നിയിട്ടുള്ള ഒരു സിമ്പതി, ആ ഒരു സിമ്പതി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ 2021 സംഭവിച്ചത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാണി സി കാപ്പൻ LDFന്റെ ഭാഗമായിരുന്ന മാണി സി കാപ്പൻ പെട്ടെന്ന് UDFലേക്ക് വരികയും UDFന്റെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസ് എം LDFലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ UDFന്റെ വോട്ടുകളെല്ലാം കൃത്യമായിട്ട് ശ്രീ മാണി സി കാപ്പന് വേണ്ടി പോൾ ചെയ്യപ്പെട്ടപ്പോൾ LDFന്റെ പൂർണ്ണമായ വോട്ടുകൾ അന്ന് അവിടെ ജോസ് കെ മാണി ആയിരുന്ന സ്ഥാനാർത്ഥി, കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി ആയിരുന്ന അവിടെ സ്ഥാനാർത്ഥി, ജോസ് കെ മാണിക്ക് പോൾ ചെയ്തോ എന്നുള്ള സംശയങ്ങളുണ്ട്. അതുകൂടാണ്ട് BJPയുടെ വോട്ടുകൾ പൂർണ്ണമായിട്ടും UDFന്റെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അതുകൂടാതെ അദ്ദേഹത്തിന് LDF പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്ന സ്വാധീനം, അതായത് UDF സ്ഥാനാർത്ഥിക്ക് LDF പ്രവർത്തകർക്കിടയിൽ ഉണ്ടായ സ്വാധീനം, ആ സ്വാധീനം വോട്ടാക്കി മാറ്റുവാനായിട്ട് ആർക്ക് സാധിച്ചിട്ടുണ്ട്? മാണി സി കാപ്പന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അന്ന് മാണി സി കാപ്പൻ അവിടെ ഒരു വിജയത്തിലേക്ക് എത്താനായിട്ടുള്ള കാരണം. പക്ഷേ 2026 എത്തുമ്പോൾ അവിടെ CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ കക്ഷികളും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. 2026 ഒരുപാട് ചോദ്യങ്ങൾക്ക് UDF സ്ഥാനാർത്ഥി മറുപടി പറയേണ്ടതായിട്ടുണ്ട്. നാടിന്റെ വികസനത്തെക്കുറിച്ച്, അതോടൊപ്പം തന്നെ വികസന മുരടിപ്പിനെ കുറിച്ച് ഒക്കെ ഒരുപാട് മറുപടികൾ അദ്ദേഹത്തിന് നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ 2026 ഒരുപക്ഷെ അവിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി തന്നെ ആയിരിക്കും ഒരുപക്ഷെ അവിടെ മത്സരിക്കാനായിട്ട് സാധ്യതയുള്ളത്. ഏതൊക്കെയാലും കേരള കോൺഗ്രസ് എം ആയിരിക്കും അവിടെ മത്സരിക്കുന്ന കാര്യത്തിൽ തർക്കം വേണ്ട. കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി അവിടെ മത്സരിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ടൈറ്റ് മത്സരം അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ മത്സരത്തിൽ വിജയം ആർക്കൊപ്പം എന്ന് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, ഈ പാലയെ സംബന്ധിച്ചിട്ട് പാലയിലുള്ള ആളുകൾ കുറച്ചധികം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ എത്തിക്കഴിഞ്ഞാൽ ഈ മൂടുപടമൊക്കെ സൃഷ്ടിച്ചു വെക്കാൻ ആരെ കൊണ്ട് സാധിക്കും. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള റിയാലിറ്റീസിനെ റിയലൈസ് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് വോട്ട് ചെയ്യാൻ ശേഷിയുള്ളവരാണ് എന്ന് മാത്രമേ നമുക്ക് ഈ സമയത്ത് പറയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. പിന്നെ കടുത്തുരുത്തിയാണോ, കടുത്തുരുത്തിയിലും ജോസ് കെ മാണി മത്സരിക്കുമോ എന്നൊക്കെയുള്ള ഒരു പുകമറ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ പാലയിലാണെങ്കിലും കടുത്തുരുത്തിയിലാണെങ്കിലും ജോസ് കെ മാണി എന്ന് പറയുന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന മത്സരം എന്ന് പറഞ്ഞാൽ കടുത്ത മത്സരം തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട. ജോസ് കെ മാണിക്ക് പകരം മറ്റാരെങ്കിലും ഒക്കെയാണോ മത്സരിക്കുന്നതെങ്കിൽ നമ്മൾക്ക് ആ ഒരു സമയത്ത് മാത്രമേ, കുറച്ചുകൂടി മുമ്പോട്ട് പോകുന്ന സമയത്ത് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. പക്ഷേ ഈ 2 മണ്ഡലങ്ങളിലും കേരള കോൺഗ്രസ് എം ഈ അടുത്ത കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റങ്ങൾ, അതായത് പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന കേരള കോൺഗ്രസ് പ്രവർത്തകരെ എല്ലാം ഒരുമിപ്പിച്ച് കൊണ്ടുവരാൻ മുമ്പോട്ട് പോകുവാനായിട്ടൊക്കെ കേരള അവിടെ സാധിച്ചിട്ടുണ്ട്. ഈ 2 മണ്ഡലങ്ങളിൽ മാത്രമല്ല പൂഞ്ഞാർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ സാധിച്ചിട്ടുണ്ട്. പിന്നെയുള്ള ഒരു മണ്ഡലം എന്ന് പറയുന്നത് പൂഞ്ഞാർ മണ്ഡലമാണ്. ഈ പൂഞ്ഞാർ മണ്ഡലത്തെ സംബന്ധിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് പൂഞ്ഞാർ PC ജോർജിന്റെ തട്ടകമായിട്ട് അറിയപ്പെടുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ പ്രാവശ്യവും അദ്ദേഹം PC ജോർജ് അവിടെ മത്സരിച്ചിരുന്നു, അപ്പോൾ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം മുസ്ലിം ന്യൂനപക്ഷങ്ങളെ മുഴുവൻ വെറുപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് വളരെ വലിയൊരു പരാജയം അവിടെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. അവിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ തന്നെയാണ് ഈ പ്രാവശ്യത്തെ MLA. പക്ഷേ അദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ഈ അടുത്ത കാലത്ത് അദ്ദേഹം സംഘടിപ്പിച്ചിട്ടുള്ള വികസന കോൺക്ലേവ് ഒക്കെ ഏറെ പൂഞ്ഞാറിന് അകത്തൊരു ജനസ്വാധീനം ഉറപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അപ്പോൾ പൂഞ്ഞാറിലും ഒരു UDFന് പറ്റിയൊരു സ്ഥാനാർത്ഥി ആര് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ UDFന് പറ്റിയൊരു സ്ഥാനാർത്ഥിയെ പൂഞ്ഞാറിൽ അവതരിപ്പിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ മത്സരം കനത്തേക്കാം. അതല്ലെങ്കിൽ മത്സരം ഏകപക്ഷീയമായിട്ട് മാറുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. പിന്നെ വൈക്കത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. വൈക്കം നിരന്തരമായിട്ട് അത് CPIയുടെ കൈകളിൽ കിടക്കുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിന് യാതൊരു തരത്തിലുള്ള
മാറ്റങ്ങളും അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ കടുത്തുരുത്തിയിൽ നമ്മൾ ആദ്യം പറഞ്ഞു, എങ്കിലും കുറച്ചുകൂടി കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ട്. കടുത്തുരുത്തിയിൽ ഇത്തവണ മോൻസ് ജോസഫ് MLA ക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മറുപടി പറയേണ്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് അദ്ദേഹം വലിയ എന്തൊരു സംഭവമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഹരിപ്പാട് സീറ്റൊക്കെ അദ്ദേഹം ആവശ്യപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഹരിപ്പാടൊക്കെ ആവശ്യപ്പെടാനുള്ള അത്രയും വളർച്ച മോൻസ് ജോസഫിന് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഈ പ്രാവശ്യമെങ്കിലും കോൺഗ്രസ്സുകാരൊന്ന് ചിന്തിക്കും. കടുത്തുരുത്തിലുള്ള കോൺഗ്രസ്സുകാരൊക്കെ ഒന്ന് ചിന്തിക്കും. ഹരിപ്പാട് എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമാണ്. പിന്നെ അദ്ദേഹത്തിന് വിദേശ യാത്രകളൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. ഇപ്പൊ നാട്ടകം സുരേഷിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വിദേശ യാത്രകളിലൊക്കെ വളരെ പ്രിയമുള്ള ഒരു വ്യക്തി കൂടിയാണ് മോൻസ് ജോസഫ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ വൈക്കം പറഞ്ഞ പോലെ തന്നെയാണ് കോട്ടയത്തും പുതുപ്പള്ളിയിലും പ്രത്യേകിച്ചൊരു മത്സരം ഉണ്ടാവാനായിട്ടുള്ള സാഹചര്യങ്ങളേ ഇല്ല. പുതുപ്പള്ളിയിൽ ആദ്യമൊക്കെ ചാണ്ടി ഉമ്മൻ കുറച്ച് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നെങ്കിലും ഇന്ന് കേരളക്കരയുടെ മുഴുവൻ പ്രിയങ്കരനായിട്ട് ശ്രീ ചാണ്ടി ഉമ്മൻ മാറിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ നിസ്സംശയം പറയാം, കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നടക്കുന്ന ഇലക്ഷന്റെ ഫലം വരുന്ന ആദ്യ മണിക്കൂറുകളിൽ തന്നെ കേരളത്തിൽ വിജയിച്ചു കയറാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ട് പുതുപ്പള്ളി മാറിയിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം ഒരു ട്രക്കിങ്ങിന് പോയതിനു ശേഷം ഒരു ജീപ്പൊക്കെ ഓടിച്ചിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളുടെ റോഡുകളൊക്കെ ഒന്ന് നന്നാക്കി തരാൻ വേണ്ടി പരിശ്രമിക്കണേ എന്ന് പറയുന്ന ഒരു ഡയലോഗൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വളരെ അധികം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ജനനേതാവായിട്ട് തന്നെ ചാണ്ടി ഉമ്മൻ മാറിയിട്ടുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിപ്പം ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതിന്റെ അപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നുള്ളത് കോട്ടയമാണ്. കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇപ്രാവശ്യത്തെ സ്ഥാനാർത്ഥി. വീണ്ടും അദ്ദേഹം തന്നെ മത്സരിക്കാനുള്ള സാധ്യതകളുള്ളത്. അപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് എതിരെ ഉയർന്നു വരുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ നായികയുടെ വിവാദം കത്തിക്കുന്നതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുള്ള പങ്കിനെ കുറിച്ചൊക്കെ ഒരു ചർച്ച ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചില വെല്ലുവിളികളൊക്കെ അദ്ദേഹത്തിന് കോട്ടയത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അദ്ദേഹത്തിന് NSS ഒക്കെ ആയിട്ട് വളരെ അടുത്ത ഒരു ബന്ധമാണുള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കോട്ടയത്ത് അദ്ദേഹം തന്നെ വിജയിച്ചു കയറാനുള്ള സാധ്യതയാണുള്ളത്. പിന്നെ വരുന്നത് കാഞ്ഞിരപ്പള്ളിയാണ്. കാഞ്ഞിരപ്പള്ളിയും ഇതുപോലെ തന്നെയാണ്. പ്രൊഫസർ ജയരാജാണ് അവിടുത്തെ MLA. അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ചീഫ് വിപ്പ് കൂടിയാണ്. അദ്ദേഹത്തെ ഒക്കെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാരണം അദ്ദേഹത്തിന്റെ പിതാവ് ഉൾപ്പെടെ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്നിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു ബാലികേറ മല തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അപ്പം മൊത്തത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് കോട്ടയം ജില്ലയിലെ 9 നിയോജക മണ്ഡലത്തിൽ പറഞ്ഞ കോട്ടയവും പുതുപ്പള്ളിയും മാത്രമാണ് നമുക്ക് UDF ഉറപ്പിച്ചു പറയാൻ വേണ്ടി സാധിക്കുക. മറിച്ച് LDF ഉറപ്പിച്ചു പറയാൻ വേണ്ടി സാധിക്കുന്ന 2-3 മണ്ഡലങ്ങളുണ്ട്. അതിൽ വൈക്കം അതിൽ ഉറപ്പായിട്ടും LDF തന്നെ കിട്ടുന്നതാണ്. കാഞ്ഞിരപ്പള്ളി LDF തന്നെ കിട്ടുന്ന സീറ്റാണ്. അതോടൊപ്പം തന്നെ ഏറ്റുമാനൂരും VN വാസവൻ തന്നെ മത്സരിക്കുകയാണെങ്കിൽ ആ സീറ്റ് ഉറപ്പിക്കാൻ പറ്റും. ബാക്കി വരുന്ന 4 മണ്ഡലങ്ങളിലും കനത്ത മത്സരമായിരിക്കും നടക്കുക. കേരള കോൺഗ്രസ് M നേതാവായിട്ടുള്ള ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി മത്സരിക്കുന്ന മണ്ഡലം ഏതാണോ ആ മണ്ഡലം അദ്ദേഹം തിരിച്ചു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കടുത്തുരുത്തി ആയാലും പാലയാണെങ്കിലും അദ്ദേഹം കനത്ത മത്സരം കാഴ്ചവെക്കുകയും അത് തിരിച്ചു പിടിക്കുകയും ചെയ്യും എന്നുള്ളതാണ് കരുതുന്നത്. കാരണം അടിത്തട്ടിൽ പല ആളുകളുമായിട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു അഭിപ്രായം അതാണ്. പിന്നെയുള്ളൊരു മണ്ഡലം ചങ്ങനാശ്ശേരിയാണ്. ചങ്ങനാശ്ശേരിയിൽ ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ MLA ആണ് നിലവിലുള്ള ജോബ് മൈക്കിളാണ് അവിടെ MLA ആയിട്ടുള്ളത്. ഈ ചങ്ങനാശ്ശേരിക്ക് 2026 ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ തറയിൽ പിതാവ് ജനങ്ങൾക്കിടയിലൊക്കെ വളരെ അടിത്തറയിൽ അംഗീകാരമുള്ള അല്ലെങ്കിൽ വിശ്വാസികൾക്കിടയിലൊക്കെ വളരെ ഏറെ സ്വാധീനമുള്ള ഒരു പിതാവാണ്. മറ്റു ബിഷപ്പുമാരെ പോലെയല്ല, വളരെ സ്വീകാര്യനായ ഒരു ബിഷപ്പാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായവും അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയുമായിരിക്കും അവിടെ ചങ്ങനാശ്ശേരിയിൽ വിജയിക്കുക എന്നെനിക്ക് തോന്നുന്നു. അതിനുള്ള പണികൾ ഇപ്പോഴേ തന്നെ തറയിൽ പിതാവ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചങ്ങനാശ്ശേരിയിൽ ആര് വിജയിക്കുന്നുവോ അത് തറയിൽ പിതാവിൻ്റെ സ്ഥാനാർത്ഥിയായിരിക്കും. ഇപ്പോൾ ജോബ് മൈക്കിൾ തറയിൽ പിതാവിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് വീണ്ടും മത്സരിക്കുന്നതെങ്കിൽ അവിടെ ജോബ് മൈക്കിൾ തന്നെ വിജയിക്കും. മറിച്ച് മറ്റാരെയെങ്കിലുമൊക്കെ തറയിൽ പിതാവ് അവിടെ അവതരിപ്പിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനായിരിക്കും അവിടെ വിജയം ഉണ്ടാവുക. ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ലാലി എന്ന് പറയുന്ന ഒരാളാണ് കഴിഞ്ഞ പ്രാവശ്യം അവിടെ മത്സരിച്ചിരുന്നത്. ഇപ്രാവശ്യവും അദ്ദേഹം മത്സരിക്കാൻ വേണ്ടിയിട്ട് റീൽസ് പരിപാടികളൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഇട്ട ഒരു റീൽസ് മരണമടഞ്ഞുപോയ പ്രിൻസ് ലൂക്കോസിനെ അപമാനിതരാക്കുന്ന രീതിയിൽ ആണ് എന്നുള്ള ചില വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. എങ്കിൽ തന്നെയും ചങ്ങനാശ്ശേരി അദ്ദേഹം ഇനി മത്സരിക്കാൻ സാധ്യതയില്ല. കാരണം ചങ്ങനാശ്ശേരി സീറ്റും ഏറ്റുമാനൂർ സീറ്റും കേരള കോൺഗ്രസ് ജോസഫിന്റെ കയ്യിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കാൻ പോകുന്ന സീറ്റുകളാണ്. പക്ഷേ ഇവിടങ്ങളിലൊക്കെ കോൺഗ്രസിന് ആരാണ് സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരമില്ല. ഇപ്പൊ ഏറ്റുമാനൂർ ഉള്ള സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നതാണ് നാട്ടകം സുരേഷ്. ആ നാട്ടകം സുരേഷ് എപ്പോൾ എവിടെ ഉള്ളത്? നാട്ടകം സുരേഷ് ഉള്ളത് വിയറ്റ്നാമിലാണുള്ളത്.
അങ്ങനെ വിയറ്റ്നാമിലും മറ്റേ പട്ടായയിലും അമേരിക്കയിലും ഒക്കെ പോയി കിടക്കുന്ന ആളുകളെയൊക്കെ വെച്ചുകൊണ്ട് UDF എങ്ങനെ കോട്ടയം ജില്ലയിൽ ഒരു മേൽക്കൈ ഉണ്ടാക്കുമെന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, പാലായിൽ BJPക്ക് ശരിക്കും പറഞ്ഞ 26,000 വോട്ടുണ്ട്. അതായത് ഹരി എന്ന് പറയുന്ന BJP നേതാവ് മത്സരിച്ച സമയത്ത് 26,000 വോട്ട് അവിടെ അദ്ദേഹം പിടിച്ചിട്ടുണ്ട്. അതൊരു ഫിക്സഡ് ഡിപ്പോസിറ്റാണ് BJPയുടെ വോട്ടുകൾ കച്ചവടം ചെയ്യപ്പെടാതിരുന്നു കഴിഞ്ഞാൽ, കോട്ടയം ജില്ലയിൽ മൊത്തത്തിൽ കച്ചവടം ചെയ്യപ്പെടാതിരുന്നു കഴിഞ്ഞാൽ അവിടെ നേട്ടമുണ്ടാവുക LDFനാണ്. ഏതെങ്കിലും തരത്തിലുള്ള കച്ചവടങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതിന് നേട്ടമുണ്ടാവുക UDFനാണ്. അതുകൂടാതെ തന്നെ ഈ കോട്ടയം ജില്ലയിൽ കൃത്യമായിട്ട് CPMന്റെയും CPIയുടെയും വോട്ടുകൾ, കേരള കോൺഗ്രസിന്റെ എമ്മിന്റെയും വോട്ടുകൾ കൃത്യമായി LDF സ്ഥാനാർത്ഥികൾക്ക് പോൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ LDF സ്ഥാനാർത്ഥികൾക്കൊക്കെ അവിടെ വിജയിച്ച് കയറി പോരാൻ വേണ്ടി സാധിക്കും. വൈക്കം, പാല, കടുത്തുരുത്തി ഇവിടങ്ങളിലൊക്കെ വിജയിച്ച് കയറി പോരാൻ വേണ്ടി പറ്റും. ചില വ്യക്തിബന്ധങ്ങളൊക്കെയാണ് ഇതിന് കാരണമായിട്ട് മാറുന്നത്. ചുരുക്കത്തിൽ ഇത് UDFന്റെ കോട്ട എന്ന് പറയാൻ വിശേഷിപ്പിക്കാൻ പറ്റില്ല എന്നർത്ഥം. ഇത് കേരള കോൺഗ്രസുകളുടെ തട്ടകമാണ് ഈ കോട്ടയം എന്ന് പറയുന്നത്. കേരള കോൺഗ്രസ് തട്ടകം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ രണ്ട് രീതിയിൽ മനസ്സിലാക്കുക. ഒന്ന് PJ ജോസഫും, ഒന്ന് കേരള കോൺഗ്രസ് എമ്മും, KM മാണി സാറിന്റെ കേരള കോൺഗ്രസ് എമ്മും. ഇതിനകത്ത് PJ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ. അണികൾ ഉണ്ട് എന്ന് പറയാനായിട്ട് തൊടുപുഴയിൽ ഏതാനും കുറച്ച് അണികളുണ്ട് എന്നതിനപ്പുറത്തേക്ക് പാർട്ടി സംവിധാനങ്ങൾ മറ്റു ഒരു സ്ഥലത്തുമില്ല. എന്നാൽ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിട്ട് അങ്ങനെയല്ല. കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിട്ട് അവിടെ ബൂത്ത് കമ്മിറ്റികളുണ്ട്, നിയോജക മണ്ഡലം കമ്മിറ്റികളുണ്ട്, മണ്ഡലം കമ്മിറ്റികളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സംഘടനാ സംവിധാനങ്ങൾ കൃത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം എന്ന് പറയുന്നത്. അതിനകത്ത് ഇപ്പോൾ എടുത്തു പറയത്തക്ക ഏതാനും ചില നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ എങ്കിൽ തന്നെയും അതിനകത്ത് അണികൾ ഇഷ്ടംപോലെ ഉണ്ട്. മണ്ഡലം പ്രസിഡന്റുമാരുണ്ട്, ബൂത്ത് പ്രസിഡന്റുമാരുണ്ട്, നിയോജക മണ്ഡലം പ്രസിഡന്റുമാരുണ്ട്. പക്ഷേ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ എത്ര മണ്ഡലം പ്രസിഡന്റുമാരെ കാണിക്കാൻ പറ്റും, എത്ര ബൂത്ത് പ്രസിഡന്റുമാരെ കാണിക്കാൻ വേണ്ടി പറ്റും? കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കാണിക്കാൻ സാധിക്കുക എല്ലാവരും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിരിക്കും, ബാക്കിയുള്ളവരൊക്കെ ജില്ലാ പ്രസിഡന്റുമാരായിരിക്കും, അല്ലെങ്കിൽ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിരിക്കും, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായിരിക്കും. ഇതിനപ്പുറത്തേക്ക് ഇന്നയാള് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ കേരള കോൺഗ്രസ് ജോസഫിന് ഒരിടത്തും ഏതാനും ചില മണ്ഡലങ്ങളിൽ മാത്രമേ, എനിക്കൊന്ന് 10-12 മണ്ഡലങ്ങളിൽ മാത്രമേ അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. പക്ഷെ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിട്ട് അവർക്ക് CPMനെ പോലെ, കോൺഗ്രസിനെ പോലെ, CPIയെ പോലെ ഒക്കെ തന്നെ നിയോജക മണ്ഡലം കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും വാർഡ് കമ്മിറ്റികളും ഒക്കെ ഉള്ളൊരു പാർട്ടിയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കോട്ടയം ജില്ലയെ സംബന്ധിച്ചിട്ട് കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസിന്റെ തട്ടകം എന്ന് പറയുമ്പോഴത്തേക്ക് കേരള കോൺഗ്രസ് എമ്മിന് കൃത്യമായൊരു സ്വാധീനമുള്ള ഒരു ജില്ല തന്നെയാണ് കോട്ടയം എന്ന് പറയുന്നത്. അപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ വോട്ടുകളും CPMന്റെ വോട്ടുകളും CPIയുടെ വോട്ടുകളും LDFന് പോകുന്ന പക്ഷം അവിടെ LDF സ്ഥാനാർത്ഥി വിജയിക്കത്തുള്ളൂ. മറിച്ച് ഇപ്പോൾ കേരള കോൺഗ്രസ് എം UDFൽ വരികയും UDFന്റെയും കോൺഗ്രസിന്റെയും വോട്ടുകൾ എല്ലാം കൂടി UDF സ്ഥാനാർത്ഥിക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ആരാണ് വിജയിക്കാൻ വേണ്ടി പോകുന്നത്? അവിടെ വിജയിക്കുക UDF സ്ഥാനാർത്ഥിയായിരിക്കും. അങ്ങനെ ഒരു അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു വോട്ട് ബാങ്ക് ഉള്ള ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം എന്ന് പറയുന്നത്. ഏതാനും ചില മണ്ഡലങ്ങളുടെ കാര്യം ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ തന്നെ അവിടെയൊക്കെ വിജയിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ CPMന്റെ വോട്ടും അതോടൊപ്പം CPM അനുഭാവികളുടെ വോട്ടും BJP അനുഭാവികളുടെ വോട്ടും ഒക്കെ ആർക്ക് കിട്ടുന്നുണ്ട്? ഈ സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്നുണ്ട്, UDF സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ 2026 തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് CPM വോട്ടുകളും CPI വോട്ടുകളും LDF സ്ഥാനാർത്ഥികൾക്ക് വീണ് കഴിഞ്ഞാൽ UDFന്റെ കൈവശം ഇരിക്കുന്ന പല മണ്ഡലങ്ങളും LDFന്റെ കൈകളിലേക്ക് എത്തുന്നതിനുള്ള സാധ്യതകളുണ്ട്. അതിനൊക്കെ ആക്കം കൂട്ടത്തക്ക രീതിയിലുള്ള ഒരു DCC പ്രസിഡന്റാണ് കോട്ടയം ജില്ലയ്ക്കുള്ളത് എന്നുള്ളതും LDFന് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലയെക്കുറിച്ച് LDF ആലോചിക്കുന്ന സമയത്ത് കോട്ടയം ജില്ല LDFന്റെ ഐശ്വര്യമാണ് നാട്ടകം സുരേഷ് എന്നുകൂടി അവര് ഒരു ബോർഡ് വെക്കുന്ന കൂടി നന്നായിരിക്കും എന്നാണ് ഇതിൽ പറയാനുള്ളത്. ഏകദേശം കോട്ടയം ജില്ലയെക്കുറിച്ച് കുറേ അധികം പറയാനുണ്ട്. അത് വരും ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞില്ല, കൃത്യമായിട്ടൊരു ഡാറ്റയും മറ്റുമൊക്കെ നമ്മുടെ കൈവശം എത്തിയതിനു ശേഷം നമ്മൾ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഏത് നിയോജക മണ്ഡലം ആർക്കൊപ്പം എങ്ങനെ നിൽക്കും എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും.